ഇന്ന് എനിക്ക് ഓഫുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനായിട്ട് റെഡിയാകാമെന്ന് വെച്ചു. അപ്പോൾ ഈ പറന്നിരിക്കുന്ന തലമുടിയെല്ലാം നല്ലപോലെ സെറോ ഒക്കെ തേച്ച് ഒതുക്കി പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും കിട്ടുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ്, പോണിറ്റെയിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ വേറെ ഒരിടത്തും അല്ല, ഇപ്പോൾ എനിക്ക് മന്ത്ലി 2 ഡേയ്സ് വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നത്തെ മന്ത്ലി ചെക്കപ്പിനായിട്ടാണ് കേട്ടോ പോകുന്നത്. സ്കിൻ അല്പം ഡ്രൈ ആയതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ യഥാർത്ഥ കോലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് വന്നിട്ട് എൻ്റെ ഡ്രസ്സല്ല, ചേട്ടൻ്റെ ടീഷർട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കൂടുതലും ചേട്ടൻ്റെ ടീഷർട്ടൊക്കെയാണ് ഇടുന്നത്. ഞാൻ അധികം ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ആകെ വാങ്ങിച്ചിട്ടുള്ളത് ഈ 2 പാൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മെറ്റേണിറ്റി വെയർ പാൻറ്റാണ്, നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കിയാബിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വാച്ചും കൂടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ, മറക്കാതെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഫയലും അതുപോലെ തന്നെ പേഴ്സ്, പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാനൊരു പഴവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുൻകരുതൽ വേണമല്ലോ. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള യൂറിനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ മറക്കാതെ എടുക്കാറുള്ള 3 സാധനങ്ങളാണ്. ഒന്ന് എൻ്റെ ബസ് കാർഡ്, പിന്നെ ID കാർഡ്, പിന്നെ വീടിനകത്ത് കയറാനുള്ള താക്കോൽ. ഇത് 3 മറന്നാൽ ഞാൻ പെട്ടുപോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് എനിക്ക് ചെരുപ്പിടുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഷൂ ഇടുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി കഷ്ടപ്പാടാണ്. ചേട്ടൻ ഉള്ള ദിവസം എനിക്ക് ചേട്ടൻ തന്നെ എല്ലാം ചെയ്തു തരും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ മൊസ്തയിലുള്ള ക്ലിനിക്കിലാണ് കേട്ടോ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നത് ഇവിടെ ഒരു തിരക്കുമില്ല കേട്ടോ. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.